ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തിൻ്റെ അവസാന ഭാഗം. ഒരു യഥാർത്ഥ ഭക്തൻ്റെ, പൂർണ്ണ മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ 6 ഭാഗങ്ങളിലായി പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിൽ 2 ഭാഗങ്ങളും കഴിഞ്ഞ ശ്ലോകങ്ങളിലായി പറയുകയും ചെയ്തു. ഇനി 3-ാം ഭാഗം 16-ാം ശ്ലോകത്തിൽ പറയുന്നു. യഥാർത്ഥ ഭക്തൻ്റെ ചിത്രത്തിന് കൂടുതൽ വെളിച്ചം പകരുന്ന വിവരണങ്ങളാണ് ഇതിലുള്ളത്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി 11ഉം 3ഉം 14 സൂചനകൾ നൽകി. അതിനോടുകൂടി 6 എണ്ണം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 16-ാം ശ്ലോകം. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തസമേ പ്രിയ. അനപേക്ഷ ഒന്നും ആവശ്യമില്ലാത്തവനും, ദക്ഷ സമർത്ഥനും, ശുചിഹി പരിശുദ്ധനും, ഉദാസീന പക്ഷപാതരഹിതനും, ഗതവ്യഥ വ്യഥയില്ലാത്തവനും, സർവാരംഭ പരിത്യാഗി സകല പ്രയത്നങ്ങളും വിട്ടവനുമായി യഹ ഏതൊരുത്തൻ, മദ്ഭക്ത എൻ്റെ ഭക്തനായിട്ടുണ്ടോ, സഹ അവൻ, മേ എനിക്ക്, പ്രിയ പ്രിയമുള്ളവനാണ്. ഒന്നിലും ആഗ്രഹമില്ലാത്തവനും, അകവും പുറവും ശുദ്ധിയുള്ളവനും, സമർത്ഥനും, അമിതമായ താൽപ്പര്യം ഒന്നിലും ഇല്ലാതെ സ്വസ്ഥനായിട്ടുള്ളവനും, ഭയം ഇല്ലാത്തവനും, സർവകർമ്മങ്ങളും ത്യജിച്ചവനുമായ എൻ്റെ ഭക്തനാരോ അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. സാധാരണ മനുഷ്യർ സുഖസൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അവസ്ഥകളിലും അതിന് വേണ്ടുന്ന സാധനങ്ങളുടെ ലഭ്യതയിലും എല്ലാം സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നവരാണ്. എന്നാൽ ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ഒന്നിലും ആഗ്രഹമില്ലാത്തവനാണ് അനപേക്ഷൻ. ശരീരത്തിനകത്തും പുറത്തും പരിശുദ്ധിയുള്ളവനാണ് ശുചി. കർമ്മസംഗം ഇല്ലായ്മയാണ് ശൗചം. അങ്ങനെ നോക്കിയാൽ ശുചി എന്നതിന് കർമ്മസംഗം വിട്ടവൻ എന്നും അർത്ഥം വരും. വന്നു ചേരുന്ന കാര്യങ്ങളിൽ അപ്പപ്പോൾ വേണ്ട വിധം നിവൃത്തിയുണ്ടാക്കാൻ സമർത്ഥനാണ് ദക്ഷൻ. അയാൾ സദാ ജാഗരൂകനായിരിക്കും. ആരുടെയും പക്ഷം പിടിച്ച് നിൽക്കാത്തവനാണ് ഉദാസീനൻ. ഉദാസീനത എന്നത് നമ്മുടെ മാനസിക ഊർജത്തിൻ്റെ മിതവ്യയം കൂടിയാണ്. നിസ്സാര കാര്യങ്ങൾക്കായി നമ്മുടെ മനോവീര്യം നഷ്ടപ്പെടുത്താതെ അവയെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നതും ഉദാസീനതയാണ്. ഗതവ്യഥൻ എന്നാൽ വ്യഥ പോയവൻ, വ്യഥ ഇല്ലാത്തവൻ, വ്യാകുലതകൾക്കും വിക്ഷേപങ്ങൾക്കും മനസ്സിൽ ഇടം നൽകാത്തവൻ എന്നെല്ലാം അർത്ഥം. യഥാർത്ഥ ഭക്തൻ്റെ അടുത്ത ഗുണമാകട്ടെ സർവാരംഭ പരിത്യാഗി. ആരംഭം എന്നാൽ തുടക്കം. എല്ലാ കർമ്മങ്ങളുടെയും തുടക്കത്തിൽ ഇത് ഞാൻ തുടങ്ങി എന്ന അഹങ്കാരം അത് ചെയ്യുന്നവനുണ്ടാവും. എനിക്കിതിനൊരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഈ കർമ്മം കൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറും എന്നെല്ലാമുള്ള ശക്തമായ വികാരങ്ങൾ ഓരോ കർമ്മത്തിൻ്റെയും പിന്നിലുണ്ടാവും. അങ്ങനെയുള്ള ചിന്തകളെയും വികാരങ്ങളെയും പരിത്യജിച്ച് ഞാൻ ഇത് ചെയ്യുന്നു എന്ന അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്യുന്നവനാണ് സർവാരംഭ പരിത്യാഗി. ഈ ലോകത്തിലും പരലോകത്തിലും ആസ്വദിക്കാനാകും എന്ന് കരുതുന്ന ഫലങ്ങളെ പരിത്യജിക്കുന്ന ശീലം അയാൾക്ക് കൈവരും. ഇതുവരെ വിസ്തരിച്ച 6 ഗുണങ്ങളും തികഞ്ഞ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഭക്തൻ്റെ ചിത്രത്തിന് മിഴിവേകുന്ന ഏതാനും കാര്യങ്ങൾ കൂടി വിവരിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. 17-ാം ശ്ലോകം. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യസ്സ മേ പ്രിയ. യഹ ഏതൊരുത്തൻ, ന ഹൃഷ്യതി സന്തോഷിക്കുന്നില്ലയോ, ന ദ്വേഷ്ടി ദ്വേഷിക്കുന്നില്ലയോ, ന ശോചതി ദുഃഖിക്കുന്നില്ലയോ, ന കാംക്ഷതി ആഗ്രഹിക്കുന്നില്ലയോ, യഹ ഏതൊരുത്തൻ, ശുഭാശുഭ പരിത്യാഗി
നന്മ തിന്മകളെ വിട്ടവനാകുന്നുവോ ഭക്തിമാൻ ഭക്തിയുള്ളവനായ സഹ അവൻ മേ എനിക്ക് പ്രിയ ഇഷ്ടനാണ്. ഹർഷമില്ലാത്തവനും ദ്വേഷിക്കാത്തവനും ദുഃഖിക്കാത്തവനും യാതൊന്നും ആഗ്രഹിക്കാത്തവനും ശുഭവും അശുഭവുമായ എല്ലാം പരിത്യജിക്കുന്നവനുമായ ഭക്തനാരാണോ അവൻ എനിക്ക് പ്രിയനാകുന്നു. ഇഷ്ടവസ്തുവിൻ്റെ ലാഭത്തിലുണ്ടാകുന്ന മതിമറന്ന ആഹ്ലാദത്തെയാണ് ഹർഷം എന്ന് നാം പറയുന്നത്. ഇഷ്ടം തോന്നാത്ത വസ്തുക്കളോടും പരിതസ്ഥിതിയോടുമുള്ള മനോഭാവം ദ്വേഷമാണ്. ഈ രണ്ട് വികാരങ്ങളും ഒരു യഥാർത്ഥ ഭക്തനെ ബാധിക്കുന്നില്ല. ന ശോചതി ന കാക്ഷതി. ഇഷ്ടവസ്തുവിൻ്റെ നഷ്ടത്തിൽ ശോകമുണ്ടാകും. കിട്ടാത്ത വസ്തുവിനെ നേടണം എന്ന കാംക്ഷ അഥവാ ആഗ്രഹവും ഉണ്ടാകും. ഒരു സിദ്ധപുരുഷനെ സംബന്ധിച്ച് ഇത് രണ്ടും ഉണ്ടാവില്ല. ആത്മലാഭം തന്നെയാണ് അദ്ദേഹത്തിന് സർവലാഭം. ശുഭാശുഭ പരിത്യാഗി. നമുക്ക് സുഖമോ ദുഃഖമോ ഉണ്ടാക്കുന്നവയെയാണ് നാം നല്ലതെന്നും ചീത്തയെന്നും ശുഭമെന്നും അശുഭമെന്നും ഒക്കെ വേർതിരിച്ച് പറയുന്നത്. ഈ ദ്വന്ദ്വഭാവങ്ങളെയെല്ലാം പരിത്യജിക്കുന്നവനാണ് ഭക്തൻ. ഇതിൻ്റെ വാച്യാർത്ഥം മാത്രം നോക്കിയാൽ, അതായത് സന്തോഷമില്ല, ദുഃഖമില്ല, ആഗ്രഹമില്ല, ദ്വേഷമില്ല, നല്ലതും ചീത്തയുമില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ കഴിയുന്ന ഒരാൾ ഇയാളാണോ മഹാത്മാവ് എന്ന് നമുക്ക് തോന്നാം. ഈശ്വരനെ അറിഞ്ഞ ഒരാൾ, യഥാർത്ഥ ഭക്തൻ, ജീവിതത്തെ വിലയിരുത്തുന്നത് ഉന്നതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. അതീന്ദ്രിയമായ അനുഭൂതിയിൽ അഭിരമിക്കുന്ന അദ്ദേഹത്തിന് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ സംഭവിക്കുന്നതൊന്നും തന്നെ ഗൗരവമായി തോന്നുകയേയില്ല. അപ്രകാരമുള്ള ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു എന്നാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത്. 4ാം ഭാഗമായ ഈ ശ്ലോകത്തോടെ ഉത്തമ ഭക്തൻ്റെ 26 ഗുണവിശേഷങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഭക്തൻ്റെ ലക്ഷണങ്ങൾ തുടരുന്നു. അടുത്ത 2 ശ്ലോകങ്ങൾ ഒരുമിച്ച് 18ഉം 19ഉം ശ്ലോകങ്ങൾ. സമ ശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിത. തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നര. ശത്രൗച ശത്രുവിലും മിത്രേച മിത്രത്തിലും തഥാ അപ്രകാരം മാനാപമാനയോ മാന അപമാനങ്ങളിലും സമഹ സമനായി ശീത ഉഷ്ണ സുഖ ദുഃഖേഷു ശീതോഷ്ണ സുഖദുഃഖങ്ങളിലും സമഹ സമനായി സംഗവർജിത ബന്ധമെല്ലാം വിട്ടവനായി തുല്യനിന്ദാസ്തുതി നിന്ദയും സ്തുതിയും ഒന്നുപോലെ കാണുന്നവനായി മൗനി ഒന്നും മിണ്ടാത്തവനായി ഏന കേനചിത് എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് സന്തുഷ്ടനായി അനികേത ഒരിടത്തും സ്ഥിരവാസമില്ലാത്തവനായി സ്ഥിരമതിഹി സ്ഥിരചിത്തനായി ഭക്തിമാൻ ഭക്തിയുള്ളവനായ നരഹ മനുഷ്യൻ മേ പ്രിയ എനിക്ക് പ്രിയനാകുന്നു. ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവമുള്ളവനും ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇവയിൽ ഒരേ നിലയിലിരിക്കുന്നവനും ഒന്നിനോടും ആസക്തിയില്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കരുതുന്നവനും വാക്കിനെ നിയന്ത്രിച്ചവനും കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്നവനും ഒരു നിശ്ചിത വാസസ്ഥാനമില്ലാത്തവനും ഭഗവാനിൽ ഉറച്ച ബുദ്ധിയുള്ളവനും ഭക്തിയുള്ളവനുമായ മനുഷ്യൻ എനിക്ക് പ്രിയനാകുന്നു. ശരീരം മനസ്സ് ബുദ്ധി എന്നീ തലങ്ങളിലെ എല്ലാ ജീവിത അനുഭവങ്ങളെയും സൂചിപ്പിക്കുന്ന ദ്വന്ദ്വങ്ങളെയാണ് 18ാം ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത്. സമ ശത്രൗ ച മിത്രേ ച ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ നോക്കിക്കാണുന്നവൻ. മനസ്സിൻ്റെ പ്രതികരണം അനുസരിച്ചാണ് ഒരാളെ നാം ശത്രുവോ മിത്രമോ ആയി കാണുന്നത്. അത് വൈകാരിക തലത്തിൽ നടക്കുന്ന സംഭവമാണ്. മനസ്സുമായി തന്മയീഭവിക്കാത്ത ആളാണ് സിദ്ധപുരുഷൻ.
അതുകൊണ്ട് തന്നെ ശത്രുവിനെയും മിത്രത്തെയും അദ്ദേഹം ഒരുപോലെ നോക്കിക്കാണുന്നു. തഥാ മാനാപമാനയോ, മാനാപമാനങ്ങൾ അഹങ്കാരസ്പർശിയായ ദ്വന്ദ്വമാണ്. ഓരോരുത്തരുടെയും മൂല്യബോധവും ചിന്താരീതിയും അനുസരിച്ച് ബുദ്ധി നിർണയിക്കുന്നതാണ് മാനവും അപമാനവും. ശീതോഷ്ണ സുഖ ദുഃഖേഷു സമഹ, ശരീരത്തിൻ്റെ തലത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശീതോഷ്ണങ്ങൾ. സുഖം ദുഃഖം എന്നിവയാകട്ടെ മനസ്സിനെ ബാധിക്കുന്നവയുമാണ്. സമസംഗവിവർജിത, ശരീരമനോബുദ്ധികളുമായുള്ള സംഘം കൊണ്ട് ഉണ്ടാകുന്ന ഇവയെയെല്ലാം ഉപേക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് സിദ്ധപുരുഷൻ. നാം ഇതിനെല്ലാം അടിമയായിട്ടിരിക്കുമ്പോൾ സിദ്ധനായവൻ ഇതിനെല്ലാം അധീശനായിരിക്കുന്നു. ഇനി 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തുല്യനിന്ദാസ്തുതി. നമുക്കറിയാം, സാധാരണ ജനങ്ങൾ ഇന്ന് സ്തുതിക്കുന്നവരെ നാളെ നിന്ദിക്കും, ഇന്നലെ നിന്ദിച്ചവരെ ഇന്ന് വാഴ്ത്തിപ്പാടും. അതെല്ലാം അത് പ്രകടിപ്പിക്കുന്നവരുടെ ഭാവനകൾ എന്നതിനപ്പുറം ഒരു ഭക്തോത്തമനെ സംബന്ധിച്ച് ഇപ്പറഞ്ഞ നിന്ദയ്ക്കും സ്തുതിക്കും ഒന്നും ഒരു പ്രാധാന്യവുമില്ല, പ്രസക്തിയുമില്ല. മൗനി എന്നതാണ് അടുത്ത വിശേഷണം. ഒരു യഥാർത്ഥ സാധകൻ മിതഭാഷിയായിരിക്കും. എന്നാൽ പുറമേ മൗനം പാലിക്കുകയും അതേസമയം മനസ്സിനെ കയറൂരി വിടുകയും ചെയ്യുന്നത് ആരോഗ്യകരമായ പ്രവണതയേ അല്ല. ആന്തരമൗനമാണ് യഥാർത്ഥമായ മൗനം. സന്തുഷ്ടോ യേന കേനചിത്, ചോദിക്കാതെയും പ്രതീക്ഷിക്കാതെയും യദൃച്ഛയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക. ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാതെ ബ്രഹ്മാനുഭൂതിയിൽ അഭിരമിക്കുന്നവനെയാണ് ദേവന്മാർ ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനം നേടിയവൻ എന്ന് വിളിക്കുന്നത്. അനികേത, നികേതം ഇല്ലാത്തവൻ, അതായത് വിശേഷമായി ഒരു പാർപ്പിടം ഇല്ലാത്തവൻ എന്നർത്ഥം. ഒരു വാസസ്ഥാനത്തെ നമ്മുടെ വീടാക്കുന്നത് അതിനോടുള്ള നമ്മുടെ മമതാബോധവും സുഖസൗകര്യ വിചാരങ്ങളും എല്ലാമാണ്. എന്നാൽ സർവവ്യാപിയായ ഭഗവാൻ തന്നെയാണ് ഭക്തൻ്റെ വസതി. ഒരു ഭക്തൻ്റെ മാനസിക നിലയെയാണ് അനികേത, വീടില്ലാത്തവൻ അഥവാ ഗ്രഹാഭിമാനമില്ലാത്തവൻ, അതുമല്ലെങ്കിൽ ലോകസേവനാർത്ഥം ചുറ്റിത്തിരിയുന്നവൻ എന്നെല്ലാം അർത്ഥമാക്കി ഇവിടെ പറയുന്നത്. സ്ഥിരമതിഹി, മതി എന്നാൽ ബുദ്ധി, സ്ഥിരമതി എന്നാൽ ഒന്നുകൊണ്ടും ഇളകാത്ത ബുദ്ധിയോട് കൂടിയവൻ. അയാളുടെ ബുദ്ധി സ്ഥിരപ്രതിഷ്ഠിതമായിരിക്കുന്നത് പരമാർത്ഥ വസ്തുവിലാണ്. ഇങ്ങനെയെല്ലാമുള്ള നരൻ എനിക്ക് പ്രിയനാകുന്നു, ഭക്തിമാൻ മേ പ്രിയോ നരഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നരൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന പേരിന് നാം അർഹരാകുന്നത് പരമാത്മ സാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുമ്പോഴാണ് എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കണം. ഭക്തലക്ഷണങ്ങളിലെ 5ാം ഭാഗമാണ് ഈ 2 ശ്ലോകങ്ങളിലായി വിവരിച്ചിരിക്കുന്നത്. 10 ഗുണവിശേഷങ്ങളെയാണ് ഈ 5ാം ഭാഗത്തിൽ നാം കണ്ടത്. അടുത്ത ശ്ലോകം ഈ അധ്യായത്തിൻ്റെ ഉപസംഹാര ശ്ലോകമാണ്. ഭക്തൻ്റെ ലക്ഷണം മുഴുവനാക്കിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. 20ാമത്തെ ശ്ലോകം. ഏതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേതീവ മേ പ്രിയ. ഏതു യാതൊരുത്തരാകട്ടെ, യഥോക്തം യാതൊരു വിധം പറയപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ, ഇതം ധർമ്മ്യാമൃതം ഈ ധർമ്മപ്രാപ്യമായ മോക്ഷസാധനത്തെ ശ്രദ്ധധാന വിശ്വാസമുള്ളവരായി മത്പരമാ പരമാത്മാവ് തന്നെയാണ് പരമാശ്രയം എന്ന് കരുതി പര്യുപാസതേ ഉപാസിക്കുന്നുവോ തേ ഭക്താഹ ആ ഭക്തന്മാർ മേ എനിക്ക് അതീവ ഏറ്റവും പ്രിയാഹ ഇഷ്ടപ്പെട്ടവരാണ്. മേൽ പ്രസ്താവിച്ച ഈ സനാതനധർമ്മത്തെ അതീവ ശ്രദ്ധയോടെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ടും വണ്ണം ആചരിച്ച് അനുഷ്ഠിക്കുന്നുവോ ആ ഭക്തന്മാർ എനിക്ക് അത്യധികം പ്രിയരാകുന്നു. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത അമൃതതുല്യമായ ഈ നിലയെ ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. ധർമ്മ്യം എന്ന പദത്തിന് മോക്ഷം എന്നർത്ഥമുണ്ട്. ധർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടതാണ് മോക്ഷം.
അർജുന, ഞാൻ ഈ പറഞ്ഞതെല്ലാം മോക്ഷകാര്യമാണ്. ഇത് ലോകത്തിൻ്റെ നിലനിൽപ്പിനും നിയന്ത്രണത്തിനും പര്യാപ്തമാണ്. ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായും വിശ്വസിച്ച് പരമാത്മാവ് തന്നെ പരമാശ്രയം എന്ന് കരുതി ഈശ്വര ഭജന ചെയ്യുന്ന ഭക്തന്മാർ ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നു. ഈ അവസാന ശ്ലോകത്തെ ഭക്തലക്ഷണ വിവരണത്തിൻ്റെ 6ാം ഭാഗമായി കണക്കാക്കാം. നേരത്തെ വിവരിച്ച 36 ഗുണങ്ങളോടുകൂടി ഈ ഭാഗത്ത് ഒന്നും തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല. എങ്കിലും ഇപ്പറഞ്ഞ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന സാധകന്മാർ ഭഗവാന്റെ വാത്സല്യഭാജനങ്ങളാകും എന്ന് ഇവിടെ ഉറപ്പു നൽകപ്പെടുന്നു. ഞാൻ ജ്ഞാനികൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ഭഗവാൻ 7ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചു. ഇവിടെ അങ്ങനെയുള്ള ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ് എന്ന് ഉപസംഹരിക്കുകയും ചെയ്യുന്നു. 6 അധ്യായങ്ങൾ വീതമുള്ള 3 ഷട്കങ്ങളായി ശ്രീമദ് ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നതിൽ ഭക്തിയോഗം എന്ന 12ാം അധ്യായത്തോടുകൂടി ദ്വിതീയ ഷട്കം ഇവിടെ അവസാനിക്കുകയാണ്. ഭക്തിയോഗം എന്ന ഈ അധ്യായം വേണ്ടതുപോലെ പഠിച്ചാൽ യഥാർത്ഥ ഭക്തി എന്തെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിരുകവിഞ്ഞ വികാരപരതയോ ഉന്മാദമോ ഒന്നുമല്ല ഭക്തി. ഭഗവത് ചരണങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത്. അങ്ങനെ ജീവാത്മാ പരമാത്മാ ഐക്യം സാധിക്കുക, അതുതന്നെയാണ് ഭക്തി സാധനയുടെ സാഫല്യം. ഓം തത്സദ്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12ാധ്യായഃ. ഭക്തിയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 12ാം അധ്യായം ഗീതാ ആരതിയോടുകൂടി ഭഗവത് പാദങ്ങളിൽ നാം സമർപ്പിക്കുന്നു. ഇനി ഗീതാ ആരതി. जय भगवद्गीते ॐ जय भगवद्गीते हरिः कमलविहारिणि हरिः कमलविहारिणि सुन्दर सुपुनीते ॐ जय भगवद्गीते कर्म सुमर्म प्रकाशिनी कामासक्तिहरा ॐ कामासक्तिहरा तत्त्वज्ञानविकाशिनी तत्त्वज्ञानविकाशिनी विद्या ब्रह्मपरा ॐ जय भगवद्गीते निश्चल भक्ति विधायिनी निर्मल मलहारी ॐ निर्मल मलहारी शरण रहस्य प्रदायिनी शरण रहस्य प्रदायिनी सब विधि सुखकारी ॐ जय भगवद्गीते रागद्वेष विदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा भवभयहारिणि तारिणि भवभयहारिणि तारिणि परमानन्दप्रदा ॐ जय भगवद्गीते आसुरभावविनाशिनि नाशिनि तमरजनि ॐ नाशिनि तमरजनि दैवी सद्गुणदायिनि दैवी सद्गुणदायिनि हरिरसिका सजनी ॐ जय भगवद्गीते समदा सिखावनी हरिमुख की वाणी ॐ हरिमुख की वाणी सकल शास्त्र की स्वामिनी सकल शास्त्र की स्वामिनी श्रुतियों की रानी ॐ जय भगवद्गीते
दया सुधा बरसावनी माधु कृपा की जय। ओम माधु कृपा की जय। हरिपद प्रेम दान कर, हरिपद प्रेम दान कर, अपनो कर लीजय। ओम जय भगवद गीते, ओम जय भगवद गीते, ओम जय भगवद गीते।